ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് PSC തുടക്കക്കാർ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് അവർക്ക് പെട്ടെന്ന് ജോബ് കിട്ടുക, അങ്ങനെ അതിനുവേണ്ടി കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനാണ്. ഞാൻ 3 വർഷം കൊണ്ട് PSC നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. ആദ്യത്തെ 2 വർഷങ്ങളിലും എനിക്കൊരു മെയിൻ ലിസ്റ്റിലും വരാൻ കഴിഞ്ഞില്ല. പ്രിലിംസ് എല്ലാം പാസ്സാവും, പക്ഷേ മെയിൻ ലിസ്റ്റിൽ ഒന്നും വരാൻ കഴിഞ്ഞില്ല. രണ്ട് മെയിൻ ലിസ്റ്റിൽ വന്നു, അത് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ നമുക്കറിയാം PSC ഇപ്പോൾ ഓരോ വട്ടവും കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു നല്ല കാര്യം വേണമെങ്കിൽ, നല്ല കാര്യം നേടണമെങ്കിൽ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും. നമ്മൾ ആദ്യം ഇതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് പല സൈഡുകളിൽ നിന്നും വരും. നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുക, ആദ്യം അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുക, നമുക്കിത് നേടാൻ പറ്റും, എനിക്കതിനുള്ള കഴിവുണ്ട്, ഞാൻ അതിനെ ഹാർഡ് വർക്ക് ചെയ്യും. സ്മാർട്ട് വർക്കാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്. ഞാൻ നേടിയിരിക്കും. നമ്മുടെ മനസ്സിനോട് ആദ്യം പറയുക എന്നാണ് ഒന്നാമത്തെ ടാസ്ക്. അപ്പുറത്ത് ഒരുപാട് ആൾക്കാർ പറയാനുണ്ടാവും, നിനക്കിത് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇത്ര നാളായല്ലോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാനുണ്ടാവും. ആദ്യം നമ്മുടെ മനസ്സിനോട് പറയുക, നമുക്കിത് കിട്ടും, എന്നെക്കൊണ്ട് അതിന് കഴിയും എന്നതാണ് ആദ്യത്തെ ടാസ്ക്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, തുടർച്ച നഷ്ടപ്പെടാതെ പഠിക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിയാണ് ഇതിനകത്ത് ഏറ്റവും വേണ്ടത്. പിന്നെ ക്ഷമ. നമ്മൾക്കിത് നേടാൻ ചിലപ്പോൾ 1 വർഷം എടുക്കേണ്ടി വരും, ചിലപ്പോൾ 2 വർഷം എടുക്കേണ്ടി വരും. ചിലപ്പോൾ ചിലരുടെ കഴിവിനനുസരിച്ച് 3 വർഷം അങ്ങനെ പോകും. പക്ഷെ നമുക്ക് ജനറലായിട്ടുള്ള ആൾക്ക് 37 വയസ്സ് വരെ എഴുതാൻ പറ്റും. അത്രയും പോകണ്ട, നമ്മൾക്ക് അതിനു മുമ്പ് കിട്ടും. പക്ഷെ നമ്മൾക്ക് അത് നേടിയെടുക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ അതൊന്ന് കിട്ടണമെങ്കിൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ എനിക്ക് 3 വർഷം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ അക്കാഡമിക്കലി ഒരുവിധം +2-നൊക്കെ അല്ലെങ്കിൽ 10-ലൊക്കെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അതിനാണ് കാര്യം. ഇപ്പോഴാണ് കുറച്ചൊക്കെ എക്സാംസിന് ഞാനത് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു അബദ്ധം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. തൃശ്ശൂർ ജില്ലാ കളക്ടറിൻ്റെ സാറിൻ്റെ മോട്ടിവേഷൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വൈറലായൊരു വീഡിയോ ഉണ്ട്. അത് കണ്ടിട്ടാണ് എനിക്കിത് ചിന്തിക്കാൻ തോന്നിയത്. അദ്ദേഹം പറയുന്നുണ്ട്, സിവിൽ സർവീസിന് 3 വട്ടം എഴുതി പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ശത്രുക്കളിൽ നിന്നാണ് അവസാനം അത് പഠിച്ചതെന്ന്. അപ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് ഇത്രയും നാൾ കൊണ്ട് പഠിച്ചിട്ട് എനിക്കൊരു മെയിൻ ലിസ്റ്റിൽ എത്താൻ പറ്റുന്നില്ല. പോലീസ് പോലുള്ള ഫിസിക്കലുള്ള ടെസ്റ്റുകളിലെല്ലാം വരുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഒരു മെയിൻ ലിസ്റ്റ്, ഒരുപാട് പേര് കോൺസെൻട്രേറ്റ് 15 ലക്ഷം 10 ലക്ഷം പേര് ഇവിടെ മത്സരിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നതുള്ള എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനും ഒന്ന് ചിന്തിച്ചു, ഇതെങ്ങനെ എനിക്ക് പറ്റാത്തത് എന്താണ് എൻ്റെ പോരായ്മ? നമ്മളെല്ലാവരും അത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എന്താണ് പോരായ്മ? ഇപ്പം നമുക്ക് മാത്സിലാണോ, ഇംഗ്ലീഷിലാണോ, അങ്ങനെ എന്താണ് നമ്മൾ തന്നെ ചിന്തിക്കുക. പിന്നെ നെഗറ്റീവ്സ് ഒരുപാട് വരുത്തുന്നവരാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതുക. എനിക്ക് ആദ്യം 16, 17 മിക്കവാറും എക്സാംസിന് എനിക്ക് 16, 17 തെറ്റുകൾ വരുമായിരുന്നു. അത് കുറച്ച് ഒരു 5, 6 തെറ്റുകളിലോട്ട് എത്തും. ഇപ്പം എനിക്കത് എത്താൻ പറ്റുന്നുണ്ട്. അത് ഒരുപാട് പരീക്ഷകൾ എഴുതിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. ഒരുപാട് പരീക്ഷകൾ എഴുതി നമ്മളെ തന്നെ വിലയിരുത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യമായിട്ട് തുടക്കക്കാരായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ടത്, GK നമുക്ക് നോക്കുമ്പോൾ കടൽ പോലെ കിടക്കുന്നുണ്ടായിരിക്കും. GK, ഭൂമിശാസ്ത്രം, ചരിത്രം, ലോകം, ഇന്ത്യ, അങ്ങനെ ഒരുപാട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ ആദ്യമേ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ മാത്സ് ആണ്. ഇപ്പോൾ പ്രിലിംസ് മെയിൻസ് അങ്ങനെ രണ്ടായിട്ടാണ്. അപ്പോൾ മാത്സ് ആണ് പ്രിലിംസിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, 20 മാർക്കുണ്ട്. ഇംഗ്ലീഷ് മലയാളം മെയിൻസിനേ ഉള്ളൂ, പ്രിലിംസിനില്ല. അപ്പോൾ ആദ്യം മാത്സ് പഠിക്കുക എന്നുള്ളതാണ്. മാത്സ് 20 മാർക്കുണ്ട്. 20 മാർക്ക് ഈ 20 ടോപ്പിക്കേ ഉള്ളൂ പഠിക്കാനുള്ളത്. ബാക്കിയുള്ള GK കടൽ പോലെ കിടക്കുന്ന പോലെ മാത്സ് ഇല്ല. ആകെ 20 ടോപ്പിക്കേ ഉള്ളൂ. ആ 20 ടോപ്പിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 17 മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ GK പഠിക്കേണ്ടത് SCERT പുസ്തകങ്ങളാണ്. SCERT 10 വരെയുള്ള പുസ്തകങ്ങൾ. പ്രിലിംസ് നോക്കുന്ന ഒരാളാണ് ആദ്യം പഠിക്കേണ്ടത്. പ്രിലിംസ് കിട്ടിയാൽ നമുക്ക് മെയിൻ കിട്ടും. പ്രിലിംസ് പഠിക്കുന്ന ഒരാൾ ആദ്യം പഠിക്കേണ്ടത് SCERT ടെസ്റ്റാണ്. 5 മുതൽ 10 വരെ, തുടക്കം 5 മുതൽ പഠിക്കുക. 5 മുതൽ 10 വരെയുള്ള ടെസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് നല്ലത്. അല്ലെങ്കിൽ റാങ്ക് ഫയൽ അതിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്,
അത് വാങ്ങിച്ച് പഠിക്കുക. 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ്, സയൻസ്, സോഷ്യൽ, അതെല്ലാം പഠിച്ച് കഴിഞ്ഞ് ഉറപ്പായി നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മാത്സ് 20 മാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്ന് കിട്ടും. അല്ലാതെ റാങ്ക് ഫയൽ ഒരുപാട് വാരി വലിച്ച് പഠിക്കാതെ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് പ്രിലിംസ് പാസ്സാവാൻ. SCRT പഠിക്കുക, മാത്സ് പഠിക്കുക. ഇത് രണ്ടും ചെയ്താൽ നമുക്ക് പ്രിലിംസിന് ഒരു നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് മെയിൻസ്, ഇപ്പോൾ LD പോലുള്ള എക്സാമിന് ഒരുപാട് പേര് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എക്സാമിനൊക്കെ നമുക്ക് പ്രിലിംസ് ഇല്ല. നമുക്ക് മെയിൻസ് ഒരൊറ്റ എക്സാമേ ഉള്ളൂ. അപ്പോൾ ആ എക്സാമിനെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് 10 മാർക്കുണ്ട്, മലയാളം 10 മാർക്കുണ്ട്, പിന്നെ അതുപോലെ തന്നെ മാത്സും 10 മാർക്കാണ്, പിന്നെ കറണ്ട് അഫെയർസ് 20 മാർക്ക്. അപ്പം ഇംഗ്ലീഷും മലയാളം ഇത് രണ്ടും പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിനകത്ത് നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനകത്ത് ടാഗ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാൻ പറ്റും. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക, എക്സ്പ്ലനേഷൻ പഠിക്കുക. അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. പിന്നെ ഇംഗ്ലീഷും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനെപ്പറ്റിയെല്ലാം അതെല്ലാം പരിചയമാവും. പിന്നെ നമുക്കതിൽ ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കുക. ഇംഗ്ലീഷും മലയാളം ഇപ്പോൾ വളരെ സിമ്പിളാണ്. മലയാളം ഇപ്പോൾ പദശുദ്ധി, പണ്ടത്തെ കൂട്ടുള്ള ഗ്രാമറുകളൊന്നുമില്ല. പദശുദ്ധി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നടക്കുന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ അറിയാം. മലയാളത്തിന് ഗ്രാമറൊന്നുമില്ല, പദശുദ്ധി അങ്ങനെയൊക്കെ ഉള്ള എളുപ്പമുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ മലയാളം ചോദിക്കുന്നത്. മലയാളത്തിന് 10 ഒരു 8 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, പിന്നെ കറണ്ട് അഫെയർസിന് ഇപ്പോൾ വളരെ പ്രാധാന്യമുണ്ട്. 20 മാർക്കാണ് ചോദിക്കുന്നത്. ദിവസവും പത്രം വായിക്കുക എന്നുള്ളതാണ് കറണ്ട് അഫെയർസ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത്. പത്രം വായിക്കാൻ പറ്റാത്ത ഒരാളെന്ന് പറയുന്നത്, പത്രം വായിക്കുക, കഴിവതും വായിക്കുക. പിന്നെ എന്നും കറണ്ട് അഫെയർസിന് വേണ്ടി പഠിക്കാൻ ടൈം ഇല്ലാത്ത ആൾക്കാർ കറണ്ട് അഫെയർസ് 20 മാർക്കാണെന്ന് നമുക്കറിയാമല്ലോ. എന്നും അതിനുവേണ്ടി പഠിക്കാൻ സമയമില്ലാത്ത ഒരാഴ്ചയിലെങ്കിലും ആ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ പഠിക്കുക. ഒരു 10, 15, 20 ക്വസ്റ്റ്യനെങ്കിലും പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെ കറണ്ട് അഫെയർസ് പഠിക്കുക. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നമുക്ക് 50 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. ഒരു LD പോലുള്ള പരീക്ഷകളിലേക്ക് ഇപ്പോൾ അറിയാം കട്ട് ഓഫ് ഒരു 55 ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ 55 മാർക്കിനുള്ള ഒരു 50 മാർക്കിൻ്റെ വില നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾക്ക് ഈ ഇത്രയും ലോകം, ചരിത്രം അതെല്ലാം കുത്തിരുന്ന് പഠിക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, SCRT പഠിച്ചാൽ നമുക്ക് അതിനകത്തുനിന്ന് ബാക്കി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ GK പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. GK പഠിക്കുന്നതിനൊരു രീതിയുണ്ട്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ല PSCയുടെ കാര്യം. എനിക്കും അത് അറിയില്ലായിരുന്നു. ഞാൻ എന്ന് സ്മാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അന്ന് തൊട്ടാണ് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. അതിനു മുമ്പ് ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്കായിരുന്നു. GK ഇരുന്ന് പഠിക്കുക. അങ്ങനെ എനിക്ക് എൻ്റെ പോരായ്മകൾ, നെഗറ്റീവ് കുറയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ പോരായ്മ. അത് തിരുത്താൻ നമ്മൾ എപ്പോഴാണോ നമ്മളത് മനസ്സിലാക്കുന്നത് അന്ന് തൊട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ GK പഠിക്കാൻ തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി റാങ്ക് ഫയൽ കാണുമ്പോൾ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജില്ലകൾ 14 കിടപ്പുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്, ഇതെല്ലാം നമ്മളിരുന്ന് പഠിക്കാതെ നമ്മൾ നോക്കേണ്ടത് അതിനകത്ത് ജില്ലകൾ എല്ലാം പഠിക്കാതെ അതിനകത്ത് ഭൂമിശാസ്ത്രമുണ്ട്, നദികളുണ്ട്, വെള്ളച്ചാട്ടം, അതുപോലെയൊക്കെയുള്ള പക്ഷി സങ്കേതങ്ങൾ, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും അങ്ങനെ ലോകത്തിലായാലും വിപ്ലവങ്ങളൊക്കെ പഠിക്കണം. ഇംഗ്ലണ്ടിലെ അങ്ങനെയുള്ള വിപ്ലവങ്ങൾ പഠിക്കണം. ഐക്യരാഷ്ട്ര സംഘടന പഠിക്കണം. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹരിത വിപ്ലവം. അതുപോലെ എനിക്കത് പറയാനുണ്ട്. ഞാനൊരു സയൻസ് വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞാൻ സയൻസ് സബ്ജക്റ്റ് നല്ലപോലെ അറിയാം. പക്ഷേ എക്കണോമിക്സ് പോലുള്ള ഇപ്പോൾ ചോദിക്കുന്ന ഹരിത വിപ്ലവവും എല്ലാം ആഴത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സ് പോലുള്ള വിഷയങ്ങൾ ഞാൻ പഠിക്കില്ലായിരുന്നു. ഞാൻ അത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം നമ്മൾ സയൻസ് വിദ്യാർത്ഥിയാണെങ്കിൽ കൊമേഴ്സിൻ്റെ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ നോക്കുക. കൊമേഴ്സിൻ്റെ വിദ്യാർത്ഥിയാണെങ്കിൽ സയൻസ് വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ നോക്കുക. അങ്ങനെ നമ്മൾ എപ്പോഴാണോ നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പഠിക്കുന്നത്, നമ്മളൊരു സ്മാർട്ട് വർക്ക് എപ്പോഴാണോ ചെയ്യുന്നത് അന്ന് തൊട്ടായിരിക്കും നമ്മുടെ മാർക്ക് സ്കോർ കൂടാൻ തുടങ്ങുന്നത്. നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളതാണ്. എനിക്കത് ഏറ്റവും എൻ്റെ പോരായ്മ ഏതായിരുന്നു, നെഗറ്റീവ് കുറയ്ക്കുക. ഒരു 16-17 തെറ്റ് എനിക്ക് വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് 5-6 തെറ്റിലോട്ട് കുറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിക്കുക തെറ്റായിട്ടുള്ള എഴുതരുതെന്ന്. പിന്നെ നമ്മൾ പരീക്ഷകൾ എഴുതി ശീലിച്ചാലേ നമുക്കത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ലൊരു ജോബ്, ഗവൺമെൻറ് ജോബ് നമ്മുടെ നാട്ടിൽ കിട്ടും. നമ്മുടെ നാട്ടിൽ തന്നെ നല്ലൊരു ജോബാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നേടണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. ഒരു 5 മണിക്കൂർ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സമയം നമ്മൾ പഠനത്തിൽ കൂടുതൽ നമ്മൾ പഠനത്തിൽ സമയം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കിട്ടുന്ന നമ്മുടെ സമയം കുറയുന്നത്, നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സമയം അന്നേരം കുറയും.
ഒരു 5 മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കുക. ഒരു 7 മണി തൊട്ട് 10 മണി വരെയും രാവിലെ എണ്ണീറ്റ് പഠിക്കാനാണ് ഏറ്റവും നല്ല കാര്യം. രാവിലെ ഒരു 5 മണിക്ക് എണ്ണീറ്റ് ഒരു 7 മണി വരെ പഠിക്കുകയും രാത്രി ഒരു 10 മണി വരെ പഠിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു 5 മണിക്കൂർ പഠിക്കാൻ പറ്റും. 5 മണിക്കൂർ ഒരുപാട് നേരം പഠിക്കുന്നതല്ല കാര്യം. ആ പഠിക്കുന്ന ടൈം എങ്ങനെ അത് സ്മാർട്ടായിട്ട് അത് പഠിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എനിക്ക് ഇത്രയും നാൾ കൊണ്ട് PSC പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങളോട് ഇതൊക്കെ പറയാൻ തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരാദ്യം ഈ റാങ്ക് ഫയൽ കാണുമ്പോൾ ഒന്ന് പേടിക്കും. അപ്പോൾ അത് അങ്ങനെ നോക്കാതെ നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. റാങ്ക് ഫയലിലെ ജില്ലകളൊന്നും എല്ലാം അങ്ങനെ വാരി വലിച്ച് പഠിക്കാൻ നിൽക്കാതെ, തുടക്കത്തിൽ അതെല്ലാം ഓരോ പേജായിട്ട് പഠിക്കാൻ നിൽക്കാതെ, നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെ ഭൂമിശാസ്ത്രം അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ടുള്ള അതൊക്കെ പഠിക്കുക. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് ഉറപ്പായിട്ടും പഠിക്കുക, പത്രം വായിക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒരുവിധം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, കോച്ചിങ് സെൻറ്ററിൽ പോയി തുടർച്ചയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. തുടർച്ച വേണം. നമുക്ക് കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കാൻ സാഹചര്യം ഉള്ളവർക്ക് അതാണ് നല്ലത്. കാരണം കോച്ചിങ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കും. നമുക്ക് അവിടെ ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും. പക്ഷേ അതിന് പറ്റാത്ത സാഹചര്യം ഉള്ളവർ, വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവർ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തുടർച്ചയായിട്ട് പഠിക്കുക. 2 ദിവസം പഠിച്ചിട്ട് 1 മാസം പിന്നെ അടുത്ത മാസം അങ്ങനെ പഠിക്കാൻ നിൽക്കുക. അത് തുടർച്ചയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമുക്ക് ക്ഷമയാണ് ഏറ്റവും വേണ്ടത്. നമുക്ക് തന്നെ അറിയാം, ഒരു നല്ല കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും. പിന്നെ നമ്മളെ തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏതൊരു കാര്യം തുടങ്ങുമ്പോഴാലും നമുക്ക് ഒരുപാട് പോസിറ്റീവ്, നെഗറ്റീവ് അങ്ങനെ രണ്ടായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേര് കാണും ഏതൊരു കാര്യം തുടങ്ങും. ഇപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ തന്നെ പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. പക്ഷേ നമ്മളെ അറിയാത്ത പോലും ആൾക്കാർ നമ്മളെ ഇത് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ നോക്കിയാൽ മതി. നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ നോക്കിയേ വേണ്ട. നമ്മൾ ഇപ്പം പഠിക്കുമ്പോഴായാലും നമ്മളെ തളർത്തുന്നവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇത് നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.